ധാരാളം പറഞ്ഞ നോക്കിയാ നീ ഇപ്പൊ പൊങ്ങി ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ? കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ? അവിടുത്തെ ആളുകളല്ലേ? ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ? നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല. അതെങ്ങനെയാണ് പൊള്ളത്തരമാകുക? അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ഗവൺമെന്റ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ്, then comes everything. I did not object to government of MEA's decision of not giving exemption to 6 or 7 filmmakers, right? 6 filmmakers came from different countries. I don't want to name the country. No. തന്നെ ക്രമീകരണം എനിക്ക് മനസ്സിലായി. അയാൾക്ക് എന്തിന്റെ കേടാ? I did not object. We can't object. And we should not object. ചില ഫിലിം മേക്കേഴ്സിന്റെ പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അവർ പേര് പറയണ്ടേ? ഏത് കൺട്രീസിലുള്ള ഫിലിം മേക്കേഴ്സാണ് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നത്? നിങ്ങൾ ചോദിച്ചെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാലും? അത് വേണ്ട. അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനമല്ല അത്. കേട്ടോ, നട്ടല്ലുണ്ടോടാ പീറ്റർ, നിനക്കൊക്കെ ഈ ന്യായം പറയാൻ? ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ന കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൻസ്റ്റ് ആയിട്ട് പോണമോ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. കഷ്ടം. ഒരു പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ. ഒന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കുമ്പോൾ അവസ്ഥ ഒന്നും ഞങ്ങൾ എന്താ ചെയ്യാം? ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ ഒന്നും എന്താ ചെയ്യാം? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ലിസ്റ്റ് ചെയ്ത സിനിമകൾ കാണാൻ പറ്റാത്തതിൽ ഡെലിഗേറ്റ്സിനുണ്ടായ നിരാശയ്ക്ക് എന്താ മറുപടി? ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണ് നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം. ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രസി. വി ഹാവ് ഇലക്ടഡ് എ ഗവൺമെന്റ്. വാട്ട് എവർ ഈസ് ദെയർ പൊളിറ്റിക്കൽ ചോയ്സ് വി ഹാവ് ടു അക്സെപ്റ്റ്. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ